കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വൻ തീപിടുത്തം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ തോതിലുള്ള തീപിടുത്തമാണ് ഉണ്ടാകുന്നത്. ഒരു ഭാഗത്താണ് ഇപ്പോൾ തീ പിടിച്ചു നിൽക്കുന്നത്. നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ്? മാധു, നെടുമ്പാശ്ശേരി അത്താണിയിലാണ് തീപിടുത്തമുണ്ടായത്. അത്താണിയിലെ ഗ്രാൻഡ് മലബാർ എന്ന ഹോട്ടലിനാണ് അല്പസമയം മുമ്പ് തീപിടിച്ചത്. അതായത് അത്താണിയിൽ നിന്ന് എയർപോർട്ട് ഭാഗത്ത് നിന്ന് പുറത്തേക്കിറങ്ങി ദേശീയപാതയിൽ കയറി ആലുവ ഭാഗത്തേക്ക് തിരിയുമ്പോൾ കാണുന്ന ഒരു ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ മുൻഭാഗത്തുള്ള ചായക്കട അടക്കം പ്രവർത്തിക്കുന്ന ഭാഗത്താണ് ആദ്യം തീ ആളിക്കത്തിയത്. വലിയ ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുന്ന ശബ്ദങ്ങളടക്കം ഉണ്ടായിരുന്നു. ഈ ഗ്യാസ് സിലിണ്ടർ അടക്കം അകത്തുണ്ടായിരുന്നു എന്ന സംശയമുണ്ട്. എന്തായാലും തീ പിടിക്കുന്നു എന്ന സൂചന കിട്ടിയപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആരും തന്നെ അകത്ത് കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. നിലവിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഈ സ്ഥലത്തെത്തി തീയണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ ഓരത്താണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. തീ പിടിക്കുമ്പോൾ അവിടെ നിരവധി ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഈ തീപിടുത്തം ഉണ്ട് എന്നറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ റെസ്റ്റോറൻറ്റിനുള്ളിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. എന്താണ് തീപിടുത്തത്തിന് കാരണം എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും റെസ്റ്റോറൻറ്റ് മുൻഭാഗത്ത് ചായക്കട അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് ആദ്യം തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിൽ ഗ്യാസ് സ്റ്റൗവിൽ നിന്നും മറ്റും തീ പടർന്നതാകാം എന്ന സംശയമാണ് ഇപ്പോഴുള്ളത്. എന്തായാലും എന്തുകൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന കാര്യം വ്യക്തമല്ല. നിലവിൽ കാഷ്വാലിറ്റികൾ ഒന്നുമില്ല. എന്തായാലും ആളുകളെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ആളുകളൊക്കെ തന്നെ സുരക്ഷിതരാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ സംഭവം അറിഞ്ഞ 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് എത്തി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. അത്താണി ജംഗ്ഷനിൽ തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. രാവിലെ സമയം ഏതാണ്ട് ഈ സമയമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ തിരക്ക് റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ തീ പിടിക്കുന്നു എന്നറിഞ്ഞതിന് തൊട്ട് പിന്നാലെ ആളുകൾ ഈ തീപിടുത്തമുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസി സുകുമാരൻ പട്ടാമ്പി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ സുകുമാരൻ, എങ്ങനെയാണ് ഈ അപകടം ആദ്യം പുറത്തേക്ക് അറിഞ്ഞത്? എന്തായിരുന്നു അവിടുത്തെ ഒരു സാഹചര്യം? മാഡം, ഞാനിപ്പോ തൃശ്ശൂർ നിന്നിട്ട് ഓണ്ടി വേണം വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവം കണ്ടത്. ഒത്തിരി ആൾക്കാരോട് കൂടി നിൽക്കേണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മറ്റേ ഹോട്ടലിലെ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ട് തീ പിടുത്തം ഉണ്ടായി എന്നുള്ളത് അവർക്ക് ആർക്കും പിടുത്തമില്ല. ഈ ആളുകളൊക്കെ പുറത്തേക്ക് വരുന്നതൊക്കെ കാണാമായിരുന്നോ, അതോ നല്ലതുപോലെ തീ പിടിച്ചതിന് ശേഷമാണോ കണ്ടത്? ഞാൻ നല്ലതുപോലെ തീ പിടിച്ചതിന് ശേഷം മാഡം കണ്ടത്. ഒത്തിരി കുറെ ആൾക്കാരൊക്കെ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ വരുന്ന സമയത്ത് ഫയർ സർവീസിന് ഇല്ലായിരുന്നു. ഇപ്പൊ 2 വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ 2 വണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അങ്ങ് അവിടെ നിന്ന് കടന്നു പോയി അല്ലേ? കടന്നുപോയി മാഡം. ഞാൻ എടപ്പള്ളി എത്താറായി. ഓക്കെ, ശരി. വളരെയധികം നന്ദി ശ്രീ സുകുമാരൻ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഹോട്ടലിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തി നശിച്ചു എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും. മറുഭാഗത്തേക്ക് തീ പടരുന്നുമുണ്ട്. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത് ഊർജിതമായി നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. തീ ഏറെക്കുറെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും അത് വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. പക്ഷേ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തി തീയണക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ വലിയ തോതിൽ അത് പടരാതിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റെസ്റ്റോറൻറ്റിന് മുൻഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത്. അതായത് മുൻഭാഗത്ത് റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് പൊതുജനങ്ങൾക്കടക്കം വരാൻ കഴിയുന്ന രീതിയിൽ മുൻഭാഗത്ത് തന്നെ ഒരു ചായക്കട പ്രവർത്തിക്കുന്നുണ്ട്. ആ ചായക്കടയിലാണ് ആദ്യം തീ പിടിച്ചത്. എന്തായാലും തീപിടുത്തം ഉണ്ടായപ്പോൾ തന്നെ റെസ്റ്റോറൻറ്റിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വിമാനത്താവളത്തിൻ്റെ പരിസരമാണ്. വിമാനത്താവളത്തിൽ നിന്ന് വിമാനം ഇറങ്ങി വരുന്ന യാത്രക്കാരടക്കം പ്രധാനമായും ആശ്രയിക്കുന്ന ഹോട്ടലുകളിൽ ഒന്നാണ് ഗ്രാൻഡ് മലബാർ. അത്തരത്തിൽ ആ പ്രദേശത്തെ അത്താണിയിലെ ഒരു പ്രധാനപ്പെട്ട റെസ്റ്റോറൻ്റാണ്. സ്വാഭാവികമായി വലിയ തിരക്ക് ഈ രാവിലെ സമയത്തും ഉച്ച സമയത്തുമൊക്കെ തന്നെ അവിടെ അനുഭവപ്പെടാറുണ്ട്. അത്തരത്തിൽ നിരവധി ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവരെയൊക്കെ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ഉടൻ തന്നെ അവിടെയുള്ള ജീവനക്കാരും പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ തീ ആളിക്കത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ആദ്യം 1 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അവർ തീ അണക്കാൻ ആരംഭിച്ചു. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ 2ാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സും അങ്ങോട്ടേക്ക് എത്തി. അത്തരത്തിൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രവുമല്ല, റെസ്റ്റോറൻറ്റിന്റെ ഉൾഭാഗത്തേക്ക് ആദ്യഘട്ടത്തിൽ തീപിടിക്കാത്തത് ആശ്വാസകരമായ കാര്യമാണ്. അത്തരത്തിൽ ആ ഭാഗത്തേക്ക്
തീ പിടിക്കാത്തത് കൊണ്ടാണ് ആളുകൾക്ക് സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. എന്തായാലും നിരവധി ആളുകൾ അകത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അവരൊക്കെ തന്നെ പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കി. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഇപ്പോൾ തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാൻഡ് മലബാർ എന്ന് പറയുന്ന നെടുമ്പാശ്ശേരി അത്താണിയിലെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഫയർ ബ്രേക്ക് ഉണ്ടാകുന്നത് വളരെ കൃത്യമായി ആ സമയത്ത് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് കൂടിയുണ്ട് അല്ലേ? അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിലാണ് വലിയ തീപിടുത്തം ഉണ്ടായത്. ഗ്രാൻഡ് മലബാർ ഹോട്ടലിലാണ് തീപിടുത്തം ഉണ്ടായത്. എത്രയും പെട്ടെന്ന് ഫയർഫോഴ്സിന് അവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മുൻഭാഗത്തെ തീ ഏറെക്കുറെ പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായുണ്ട്. അർജുൻ, മുൻഭാഗത്തെ തീ അണയ്ക്കാനുള്ള ശ്രമം വിജയകരമായി നടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉള്ളിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക്? മാധു, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മുൻഭാഗത്താണ് തീ അണച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും റെസ്റ്റോറൻറ്റിൻ്റെ ഉൾഭാഗത്തേക്ക് കാര്യമായി തീ പിടിച്ചിട്ടില്ല എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. മുൻഭാഗത്താണ് തീ ആളിക്കത്തിയത്. മുൻഭാഗത്ത് ചായക്കടയടക്കം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് കാര്യമായ തീപിടുത്തമുണ്ടായത്. അകത്തേക്ക് കാര്യമായ തീ പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് തീപിടുത്തമുണ്ടായി അരമണിക്കൂറിനുള്ളിൽ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾക്ക് എത്താൻ കഴിഞ്ഞു. അത് ആശ്വാസകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് തീ വലിയ തോതിൽ ആളിപ്പടരാതിരിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായത്. എന്തായാലും ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ഫയർഫോഴ്സ് ജീവനക്കാർ ഇപ്പോഴും തീ അണച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് ദേശീയപാതയുടെ ഓരത്താണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്തത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അത്താണി ജംഗ്ഷനിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അത്താണി ജംഗ്ഷനിൽ നിന്ന് ആലുവ ഭാഗത്തേക്ക് വരുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്ന റെസ്റ്റോറൻ്റാണ് ഗ്രാൻഡ് മലബാർ ഹോട്ടൽ. ആ റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് തീപിടുത്തം ഉണ്ടായത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ മുൻഭാഗത്ത് തീ ആളിക്കത്തുകയായിരുന്നു. തീ കത്തുന്നു, ഇത്തരത്തിൽ തീ പിടുത്തമുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ അവിടെയുള്ള കസ്റ്റമേഴ്സിനെയും അതോടൊപ്പം തന്നെ ജീവനക്കാരെയും പൂർണ്ണമായും പുറത്തേക്ക് ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ ആലുവയിൽ നിന്നടക്കം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആലുവ അങ്കമാലി ഭാഗത്ത് നിന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലാണ് തീ അണക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചായ അടക്കം ഉണ്ടാക്കുന്ന മുൻഭാഗത്തുള്ള ഒരു കട പോലെയുള്ള ഒരു ചെറിയ ഭാഗത്താണ് ആദ്യം തീപിടുത്തമുണ്ടായത്. അവിടെ ആ ഘട്ടത്തിൽ കാര്യമായ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്നതും ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഇപ്പോൾ ആളുകൾക്കാർക്കും പരിക്കേറ്റിട്ടില്ല, പൊള്ളലേറ്റിട്ടില്ല. എന്തായാലും ആളുകളെ പൂർണ്ണമായും റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അർജുൻ മട്ടന്നൂരാണ് വിവരങ്ങൾ നൽകിയത്. നെടുമ്പാശ്ശേരിയിലാണ് തീപിടുത്തമുണ്ടായത്. ഗ്രാൻഡ് മലബാർ ഹോട്ടലിൽ ആളുകളെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. തീപിടുത്തം തുടങ്ങിയ സമയത്ത് തന്നെ അത് വളരെ കൃത്യമായി മനസ്സിലാക്കാനും ആളുകളെ പുറത്തേക്ക് മാറ്റാനും ഒക്കെ സാധിച്ചു. എത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സും സംഭവ സ്ഥലത്തെത്തി.